യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹാലേലൂയ. രാജാതിരാജവേ നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു. കർത്താതി കർത്താവേ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിലായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കുക സർവ്വകൃപാലുമായിരിക്കുന്ന ദൈവം അടിയൻ്റെ ജീവിതത്തിലും ഒരുക്കി തന്ന അവസരത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രിയ ദൈവമക്കളെ, കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കായി, ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിൻ്റെ കരുതനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ കഴിവല്ല, സ്തോത്രം, ദൈവത്തിൻ്റെ കൃപ മാത്രം. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുനീരിൽ നിന്ന് കാനുപയോഗിച്ച് നിന്ന് പ്രാണമരണത്തിൽ നിന്ന് വിടുവിച്ച സർവശക്തനായിരിക്കുന്ന ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ പൽക്കാലവും സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഭാരങ്ങളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിൽ നമ്മെ ഒറ്റയ്ക്ക് വിടാതോണം കരം പിടിച്ച് നമ്മെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന സർവശക്തനായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഉറപ്പോടും ധൈര്യത്തോടും ആയിരിക്കുക. ഈ പൽക്കാലം സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം സ്തോത്രം, ഒരു ദൈവ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടണമോ, ദൈവം നമ്മോട് എന്ത് പറയുന്നു, നാം അത് ചെയ്യുന്നവരായി തീരണം. സ്തോത്രം. പലപ്പോഴും നമുക്ക് ദൈവപ്രവൃത്തി കാണണം, ദൈവം എൻ്റെ ജീവിതത്തെ അത്ഭുതം പ്രവർത്തിക്കണം എന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. നമ്മളത് വിശ്വസിക്കുവാനൊക്കെ ഇടയത്തിനും. പക്ഷേ ആ ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തെ വെളിപ്പെടണമോ, ദൈവം നമ്മോട് എന്ത് പറയുന്നു, നാം അതിനെ ഒരു ക്വസ്റ്റ്യനെ പോലെ നാം അതിനെ ചെയ്യുവാൻ തയ്യാറാകുമ്പോൾ, അനുസരിക്കുവാൻ തയ്യാറാക്കുമ്പോൾ, അതിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാൻ തയ്യാറാകുമ്പോഴാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഈ പകൽക്കാലം ഞാൻ പറയുന്നത് സ്തോത്രം, ദൈവം പറയുന്നത് നാം ചെയ്യുക, ദൈവപ്രവൃത്തി നാം കാണുവാനായിട്ട് ഇടയായിത്തീരും. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ 2-ാം അധ്യായത്തിലെ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. കാനാവിലെ കല്യാണ ഭവനത്തെ പറ്റി അവിടെ പറയുന്ന ഒരു ഭാഗമുണ്ട്. യേശു കർത്താവ് അത്ഭുതങ്ങളുടെ അടയാളം കൂടെ ആരംഭമായിട്ട് ഗലീലയിലെ കാനാവിൽ കല്യാണ വീട്ടിൽ വെള്ളത്തെ വീഞ്ഞാക്കിയ അനുഭവം നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. പക്ഷെ അതിന്റെ മുമ്പിൽ നമുക്ക് നോക്കിയാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ വീഞ്ഞ് തീർന്ന മുഖാന്തരമായിട്ട് മറിയ യേശു കർത്താവിനോട് പറയുന്നൊരു കാര്യമുണ്ട്, ഈ വീട്ടിൽ വീഞ്ഞ് തീർന്നു പോയി എന്ന്. യേശു കർത്താവിന് മറുപടി ഒന്നും അവിടെ പറയുന്നില്ല. പക്ഷെ അവിടെ പറയുന്ന നായിക വന്നിട്ടില്ല സ്ത്രീയെ എന്ന് മാത്രം പറഞ്ഞു വിടുന്ന ഒരു അനുഭവം കാണുവാൻ സാധിക്കുന്നു. എന്നാൽ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു, മറിയ ശുശ്രൂഷക്കാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അവൻ എന്തെങ്കിലും പറഞ്ഞ നിങ്ങളത് ചെയ്യുവിൻ എന്ന് അവിടെ ശുശ്രൂഷക്കാരോട് അവിടെ എന്ത് ചെയ്യുന്നു, അവന്റെ അമ്മ പറയുന്ന ഒരു അനുഭവം കാണുവാൻ സാധിക്കുന്നു. പ്രിയ ദൈവമക്കളെ, സ്തോത്രം, ഈ പകൽക്കാലവും ദൈവം നാം ആയിരിക്കുന്ന വിഷയങ്ങളുടെ നടുവേ ദൈവത്തിന് നമ്മോട് ചിലത് പറയുവാനായിട്ടുണ്ട്. അത് നാം കേട്ട് അനുസരിച്ച് അത് നാം വിശ്വസിച്ച് പ്രവർത്തിക്കുവാനായിട്ട് ഇടയായി തീരുമ്പോഴാണ് ദൈവപ്രവൃത്തി കാണുവാനായിട്ട് ഇടയായി തീരുന്നത്. അവിടെ യേശു കർത്താവ് അവിടെ ശുശ്രൂഷക്കാരോട് പറയുന്ന കാര്യമുണ്ട്. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണത്തിനനുസരിച്ച് 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപാത്രങ്ങളുണ്ടായിരുന്നു. യേശു അവരോട് ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് പറഞ്ഞു. അവർ വക്കോളം നിറച്ചു എന്ന് കാണുവാൻ സാധിക്കുന്നു. ആ ശുശ്രൂഷക്കാർ അവിടെ ഒന്നും ചോദിക്കുന്നില്ല, മറുത്തു പറയുകയോ ഒന്നും ചെയ്യാതെ വണ്ണം അവിടെ അനുസരിക്കുന്ന ഒരു അനുഭവത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആ ഒരു അനുസരണം, ആ ഒരു വിശ്വാസം, അത് ചെയ്യുവാനായിട്ടുള്ള ഒരു താല്പര്യം, അതാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അവർ എന്ത് ചെയ്തു? യേശു അവരോട് കൽപാത്രങ്ങൾ വെള്ളം നിറയ്ക്കുവിൻ എന്ന് പറഞ്ഞപ്പോൾ അവർ വക്കോളം നിറച്ചു. ഇപ്പോൾ കോരി വിരുന്നുമായിക്ക് കൊണ്ടുപോയി കൊടുക്കാന്ന് പറഞ്ഞു. അവിടെയും എന്ത് ചെയ്യുന്നു? ശുശ്രൂഷക്കാർ മറുത്തൊന്നും ചോദിക്കാതെ വണ്ണം ദൈവം കർത്താവ് എന്ത് പറഞ്ഞു അതിനെ അനുസരിക്കുവാൻ തയ്യാറായി. പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലവും സ്തോത്രം, കർത്താവ് നമ്മോട് എന്ത് പറയുന്നുവോ
സ്തോത്രം. ചിലപ്പോൾ വലിയ കാര്യമായിരിക്കാം, ചിലപ്പോൾ ചെറുതായിരിക്കാം. സ്തോത്രം. പക്ഷെ അത് നാം അനുസരിക്കുവാൻ തയ്യാറാക്കണം. കാരണം തിരുവചനത്തിൽ നമുക്ക് യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയെ ഉടനീളം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യേശു കർത്താവ് ചെയ്ത ഓരോ അത്ഭുത പ്രവൃത്തിയുടെ മുൻപിൽ കർത്താവ് ചില കാര്യങ്ങൾ അവരോട് പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. യേശു കർത്താവ് കുരുടന്റെ കണ്ണിൽ സ്തോത്രം ചേറുണ്ടാക്കി തേച്ചിട്ട് പറഞ്ഞു, പോയി സിലോഹോം കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു. കഴുകി കഴിഞ്ഞപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അവിടെ കാഴ്ച പ്രാപിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. കുഷ്ഠരോഗിയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്നെ തന്നെ പുരോഹിതനെ കൊണ്ട് കാണിക്കാം, അപ്പോഴവിടെ കാണുക. അപ്പൊ എന്ത് യേശു കർത്താവ് പ്രവൃത്തി വെളിപ്പെടുന്നതിന് മുമ്പ് യേശു കർത്താവ് നമ്മോട് ഒരു കാര്യം പറയുവാനായിട്ട് ഇടയായി തീരും. അതിന് നാം പ്രാധാന്യം കൊടുക്കുക. അത് നാം ചെയ്യുമ്പോഴാണ് സ്തോത്രം. പ്രിയ മക്കൾക്ക് വെറുതെ കർത്താവിൽ നിന്ന് ഒന്നും പ്രാപിക്കുവാനായിട്ട് കഴിയത്തില്ല. അതിലെ സ്തോത്രം നാം പലപ്പോഴും ചെയ്യുന്ന മറ്റുള്ളവർ പറയുന്നതൊക്കെയും നാം അനുസരിക്കും. ഡോക്ടർമാർ നമ്മോട് പറയുന്നത് അനുസരിക്കും. നമ്മുടെ അടുക്ക നിൽക്കുന്നവരൊക്കെയും നമ്മോട് പറയുന്നതായിട്ട് നാം അനുസരിക്കുവാനായിട്ട് ഇടയായി നമുക്ക് പങ്കിടും. പക്ഷേ യേശു കർത്താവ് പറയുന്നത് നാം ഈ ദിവസങ്ങളിൽ നാം അനുസരിക്കുവാൻ തയ്യാറായ നിശ്ചയമായിട്ടും ചില ദൈവപ്രവൃത്തി വെളിപ്പെടും. മനുഷ്യർ പറയുന്ന ചില വാക്കുകൾ കേട്ട് ചിലപ്പോൾ നമുക്ക് നിരാശ കടന്നു വരാം, വേദനകളൊക്കെ കടന്നു വരുന്ന അനുഭവങ്ങളുണ്ട്. പക്ഷേ ഈ പകൽക്കാലം പ്രിയ ദൈവമക്കളെ, കർത്താവ് നമ്മോട് എന്തു പറയുന്നു? ചില വിഷയത്തിന്റെ മറുപടി ലഭിക്കാതെ ആയിരിക്കും നിങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നത്. ചിലതിനകത്ത് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാതെ നിൽക്കുന്നവരായിരിക്കാം. പക്ഷേ ഈ പകൽക്കാലം ദൈവം നമ്മോട് എന്തു പറയുന്നുവോ അത് നാം എന്ത് ചെയ്യുന്നു? പൂർണ്ണ മനസ്സോടു കൂടി നാം അത് അനുസരിക്കുക, അതിനെ നാം വിശ്വസിക്കുക, അതിന്റെ പ്രവൃത്തി നാം ചെയ്യുവാൻ തയ്യാറാക്കുക. അവിടെ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാനായിട്ട് ഇടയെത്തീരും. അതേ സ്തോത്രം. ദൈവം പറയുന്നതൊക്കെയും നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം നിറവേറ്റിത്തരം വിശ്വസ്തനാണ്. സ്തോത്രം. നാം ചെയ്യേണ്ടത് ചെയ്തു കഴിയുമ്പോൾ പ്രിയ ദൈവമക്കളെ, ദൈവം നമുക്ക് വേണ്ടി കരുതും. ഹല്ലേലൂയ. കരുതിയത് തുറന്നു തരാം. അബ്രഹാമിനോട് യഹോവയായ ദൈവം പറഞ്ഞു, ഞാൻ കാണിക്കുന്ന ദേശം മലയെ കൊണ്ടുപോയി കുഞ്ഞിനെ യാഗമർപ്പിക്കാനായിട്ട് പറഞ്ഞു. അവിടെ അബ്രഹാം എന്ത് ചെയ്തു? അത് അനുസരിക്കുവാൻ, അത് ചെയ്യുവാൻ തയ്യാറായപ്പോഴാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്ത് ചെയ്യുന്നത്? ദൈവത്തിന്റെ കരുതൽ അവിടെ അനുഭവിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, നാം ചെയ്തു കഴിഞ്ഞാൽ, നാം ദൈവശബ്ദം കേട്ടിട്ട് അതിന്റെ നാം സ്തോത്രം അവിശ്വസിക്കാതെ വേണം പൂർണ്ണമായിട്ട് നാം ആ വാക്കിന്റെ മുമ്പാകെ അതിന് സ്റ്റെപ്പ് വയ്ക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ദൈവപ്രവൃത്തി ജീവിതത്തിൽ കാണുവാനായിട്ട് ഇടയായിത്തീരും. പുതിയ നിയമത്തിൽ തന്നെ നമുക്ക് മറ്റൊരു ഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കും. രാത്രി മുഴുവനും പത്രോസ് എന്ത് ചെയ്തോ? സ്തോത്രം വല ഇറക്കുവാനായിട്ട് ഇടയെത്തുന്നു. പക്ഷേ എന്ത് ചെയ്യുന്നു? ഒരു മീൻകൂട്ടം ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നില്ല. പടക്ക് കഴുകി താൻ ഭവനത്തിലേക്ക് പോകുവാനായിട്ട് ഒരുങ്ങുന്ന സാഹചര്യത്തിലാണ് യേശു കർത്താവ് ആ പടകിന്റെ അടുക്കിലേക്ക് എത്തുവാനായിട്ട് ഇടയെത്തുന്നു. ആ പടക് ഉപയോഗിച്ച ശേഷം യേശു കർത്താവ് ശിമോൻ പത്രോസിനുള്ള പടകിനകത്ത് കയറിയതുകൊണ്ട് ശിമോൻ പത്രോസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ പടക് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് ഇറക്കുവാനായിട്ട്. അവിടെ പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട്, നാഥ, ഞാൻ രാത്രി മുഴുവനും അധ്വാനിച്ചു, പക്ഷെ ഒന്നും കിട്ടിയില്ല, നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം. കർത്താവ് പറഞ്ഞതിനെ ഇറക്കുവാൻ തയ്യാറായപ്പോ അവിടെ ആ വാക്ക് കേട്ട് അനുസരിച്ച് അതെന്ത് ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ട് താൻ ചെയ്യുവാൻ തയ്യാറായപ്പോഴാണ് പ്രിയ ദൈവമക്കളെ സ്തോത്രം അവിടെ പെരുത്ത മീൻകൂട്ടം പത്രോസിന്റെ പടകി ലഭിക്കുവാനായിട്ട് ഇടയെത്തുന്ന. ഇന്ന് പലപ്പോഴും നാം പറയും, ദൈവം നമുക്ക് വേണ്ടി ചെയ്യട്ടെ, ചെയ്യുന്നത് കണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാനോ. പ്രിയ ദൈവമക്കളെ, കർത്താവ് നമ്മോട് പറഞ്ഞത്, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നിവർത്തിപ്പാൻ വിശ്വസ്തനാണ്. സ്തോത്ര. അതെ, ദൈവഹിതം അറിഞ്ഞ് നാം പ്രവൃത്തി ചെയ്യുവാൻ തയ്യാറാക്കുക. ദൈവം നമ്മോട് പറയുമ്പോൾ അതിനെ നാം മനസ്സിലാക്കിക്കൊണ്ട്, ഇത് ദൈവത്തിന്റെ ഹിതമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം അതിന് സ്റ്റെപ്പ് വയ്ക്കുക. അതൊരു പ്രവൃത്തിയായിട്ട് നാം അത് ചെയ്യുവാൻ തയ്യാറാകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ട് ഇടയായി തീർന്നത്. അല്ല, ഭാരപ്പെട്ടോ നിരാശപ്പെട്ടോ ഇരുന്നത് കൊണ്ട് നമുക്ക് ഒന്നും നേടാൻ കഴിയില്ല. ദൈവം എന്തു പറയുന്നുവോ അവിടെ നാം അത് അനുസരിക്കുവാൻ തയ്യാറാക്കുക. പത്രോസ് അത് ചെയ്യുവാൻ തയ്യാറായപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. രാത്രി മുഴുവൻ അധ്വാനിച്ചു, കഷ്ടപ്പെട്ടു, ഉറക്കളിച്ചു, ഇതെല്ലാം സംഭവിച്ചു. പക്ഷേ അതിനകത്തുനിന്ന് ഒരു ഫലവും ഉണ്ടാകാതെ ഇരുന്നപ്പോ കർത്താവിന്റെ വാക്ക് അനുസരിക്കുവാൻ തയ്യാറായി.
എത്തിയപ്പോ തന്റെ പടകിനെ നിറച്ചു കൊടുത്തു. താൻ മാത്രമല്ല മറ്റ് ചെറുപടകുകൾ കൂടി ഒരു അനുഗ്രഹമാക്കി ദൈവം നിർത്തുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, ഇവിടെ കാനാവിലെ കല്യാണ വീട്ടിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആ ശുശ്രൂഷക്കാർ യേശു കർത്താവിന്റെ വാക്ക് അനുസരിക്കുവാൻ തയ്യാറായി കഴിഞ്ഞപ്പോ ആ ഭവനത്തിനകത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. ഞാനും നിങ്ങളും ഇന്ന് കർത്താവിന്റെ വാക്ക് അനുസരിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ പ്രിയ ദൈവമക്കളെ സ്തോത്രം, മറ്റുള്ളവർ കണ്ട് ആശ്ചര്യപ്പെടുമാറ് ചില ദൈവ പ്രവർത്തികൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാനായിട്ട് ഇടയത്തിരാ. പലപ്പോഴും ദൈവ പ്രവർത്തിക്ക് തടസ്സമായി നിൽക്കുന്നത് ഇത് നടക്കുമോ എന്നുള്ള സംശയങ്ങൾ, സ്തോത്ര, അതിന് സ്റ്റെപ്പ് വയ്ക്കുവാൻ മനസ്സില്ലാതെ ഇരിക്കുന്ന അനുഭവങ്ങൾ. അതേ സ്തോത്രം, ഈ പകൽക്കാലം സ്തോത്രം നാം ഒരു പോസ്കനെ പോലെ കർത്താവ് പറഞ്ഞത് നാം അനുസരിക്കുവാൻ തയ്യാറാക്കുമ്പോൾ നിശ്ചയമായിട്ടും ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. പഴയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോ 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നയമാന്റെ കുഷ്ഠരോഗത്തെ മാറുന്ന ഒരു അനുഭവത്തെ നമുക്കവിടെ തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അരാമേർ കവർച്ചപ്പടയായി വന്നിരുന്ന ഇസ്രായേൽ ദേശത്തുനിന്ന് വന്ന ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയിരുന്നു. അവൾ നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നിരുന്നു എന്നവിടെ വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. ആ പെൺകുട്ടിയെ യജമാന്റെ ഭാര്യയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതേ സ്തോത്രം, സമരിയയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ അവന്റെ കുഷ്ഠം മാറ്റി കൊടുക്കുമായിരുന്നു എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. ഈ വാക്ക് കേട്ടുകൊണ്ട് യജമാന്റെ ഭാര്യ എന്ത് ചെയ്യുന്നു? നയമാനോട് പറയുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാ നയമാന്റെ അടുക്കലേക്ക് എന്നാ ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട് എന്നറിയുമെന്ന് പറഞ്ഞു. അങ്ങനെ നയമാൻ എന്ത് ചെയ്തു? എലീശയുടെ അടുക്കലേക്ക് ചെന്നപ്പോ എലീശ പറയുവാനായിട്ട് ഇടയത്തു, നീ ചെന്ന് യോർദാനെ 7 പ്രാവശ്യം കുളിക്കുക, അപ്പോൾ നിന്റെ ദേഹം മുമ്പിലത്തെ പോലെ ആയി നീ ശുദ്ധമാകും എന്ന് പറയുവാനായിട്ട് ഇടയത്തുന്നു. ഇത് കേട്ടപ്പോൾ നമുക്ക് അവിടെ തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. നയമാൻ ക്രുദ്ധിച്ചു എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. ദേഷ്യപ്പെട്ടുന്നു, കോപിക്കുന്നുണ്ട്. എവിടെ എന്ത് ചെയ്യുന്നു? അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവൻ തന്നെ പുറത്തു ചെന്ന് അടുത്ത് നിന്ന് തന്റെ ദൈവമായ യഹോവയുടെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് തന്റെ കൈ ആ സ്ഥലത്തിന്മേൽ ആട്ടി അങ്ങനെ കുഷ്ഠരോഗ സൗഖ്യമാക്കുമെന്ന് വിചാരിച്ചാണ് കടന്നു പോകുന്നത്. പക്ഷേ നമ്മുടെ വിചാരങ്ങൾ അല്ല പ്രിയ ദൈവമക്കളെ, കർത്താവിന്റെ വിചാരങ്ങൾ നമ്മുടെ വിചാരിക്കുന്നത് പോലെ അല്ല ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന. സ്തോത്ര, ദൈവത്തിന്റെ പ്രവൃത്തിയെ നമുക്ക് ആർക്കും മുൻകൂട്ടി പറയുവാനായിട്ട് കഴിയില്ല. അത് മറ്റൊരു വ്യക്തിക്ക് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്. അവരോട് പറയുന്ന ഒരേ വിഷയമാണെങ്കിൽ അവരോട് എന്ത് പറയുന്നു അതേ കാര്യമായിരിക്കില്ല കർത്താവ് നമ്മോട് ചെയ്യുവാനായിട്ട് ആവശ്യപ്പെടുന്നത്. ഈ പകൽക്കാലം നമ്മോട് കർത്താവ് എന്ത് പറയുന്നുവോ അതിനെ നാം അനുസരിക്കുവാൻ തയ്യാറാക്കുക. അതിനെ നാം സ്തോത്ര വിശ്വസിച്ചുകൊണ്ട് അത് പ്രവൃത്തിയായിട്ട് നാം ചെയ്യുവാൻ തയ്യാറാക്കുക. അവിടെയാണ് കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാനായിട്ട് ഇടയായി തീരുന്നത്. അവിടെ കൃത്യക്കുവാനൊക്കെ ഇടയായി തീർന്നപ്പോൾ നമുക്ക് കാണുക ചെയ്യുന്നു. ഭൃത്യന്മാർ അടുത്ത് ചെന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രവാചകൻ വലിയൊരു കാര്യം, ഇതിലും വലിയൊരു കാര്യം നിന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ നീ ചെയ്യുമായിരുന്നല്ലോ എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നപ്പോൾ എന്ത് ചെയ്യുന്നു? സ്തോത്ര നയമാൻ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവപുരുഷന്റെ വചനപ്രകാരം യോർദാനിൽ പോയി എന്ത് ചെയ്യുന്നു? മുങ്ങുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയതേ മക്കളെ, അവിടെ എന്താണ് പറഞ്ഞത്? 7 പ്രാവശ്യം കുളിക്കുക. സ്തോത്രം. ആ 7 പ്രാവശ്യം കുളിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇവിടെ വചനത്തിൽ പറയുന്നു, പിന്നെ അവൻ തന്റെ സകല പരിവാരങ്ങളുമായി ദൈവപുരുഷന്റെ അടകിൽ വന്നുവെന്ന് അവന്റെ മുമ്പാക്കുന്ന ഇസ്രായേലിന്റെ ദൈവമല്ലാതെ ഭൂമിയിൽ എങ്ങും ഒരു ദൈവമില്ല എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തപ്പോ എന്ത് കാണുവാൻ സാധിക്കുന്നു? അവന്റെ ദേഹം ചെറിയ ബാലന്റെ ദേഹം പോലെ ആയി ശുദ്ധനായി തീർന്നു എന്ന് വചനത്തിൽ കാണുന്നു. എങ്ങനെ ചെയ്തപ്പോ? അതേ ദൈവപുരുഷനായിരിക്കുന്ന എലീശ പറഞ്ഞത് ചെയ്യുവാൻ ഇടയായി തീർന്നപ്പോ. പ്രിയ ദൈവമക്കളെ സ്തോത്രം, ഈ പകൽക്കാലം സ്തോത്രം, നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം എന്തു പറയുന്നു അത് നമ്മുടെ ഇഷ്ടത്തിന് വളച്ചൊടിക്കുവാനല്ല. ഇവിടെ നിയമം പറഞ്ഞു, അവിടെ എന്ത് ചെയ്യുന്നു? വീടിനടുത്ത് ഒത്തിരി കുളമൊക്കെ ഉണ്ട്, അവിടെ പോയി യോർദാനിൽ തന്നെ പോയി മുങ്ങണമോ എന്നൊക്കെയുള്ള ദേഷ്യമാണ് തന്റെ ജീവിതത്തിൽ വന്ന. പ്രിയ ദൈവമക്കളെ, ദൈവം പറഞ്ഞ ആ വാക്കിന്റെ അപ്പുറവും ഇപ്പുറവും നമുക്ക് ചലിക്കുവാനായിട്ട് കഴിയും.
കഴിയില്ല. അതിന് തന്നെ നാം സ്റ്റെപ്പ് വയ്ക്കണം. സ്തോത്രം. നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച്, അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ളതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴല്ല ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് ദൈവം എന്ത് അതിനകത്ത് നമ്മോട് പറയുന്നുവോ അതിനെ നാം അനുസരിക്കുക. സ്തോത്രം. ഈ പകൽക്കാലം സ്തോത്രം, നമുക്ക് മാനസികമായി പറയുന്ന മനുഷ്യൻ നമ്മോട് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് എളുപ്പമായിരിക്കും. ചിലപ്പോ ഈ പകൽക്കാലം പ്രിയ ദൈവമക്കളെ, കർത്താവ് നമ്മോട് എന്ത് പറയുന്നു, അത് ചെറിയ കാര്യമാകട്ടെ വലിയ കാര്യമാകട്ടെ, ചിലപ്പോ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാകട്ടെ, എന്ത് തന്നെ ആയാലും സ്തോത്രം, അതെ നാം അത് ചെയ്യുവാൻ മനസ്സ് വയ്ക്കുക, അത് ചെയ്യുവാൻ നാം തയ്യാറാക്കുക. അവിടെയാ നമുക്ക് കർത്താവിന്റെ പ്രവൃത്തി കാണുവാനായിട്ട് ഇടയായിത്തുന്നത്. പലപ്പോഴും നമുക്ക് മറുപടി ലഭിക്കുന്നില്ല, വിടുതൽ ലഭിക്കുന്നില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞ് നിരാശപ്പെടാറുണ്ട്, ആകുലപ്പെടാറുണ്ട്. എത്രത്തോളം പ്രാർത്ഥിക്കുന്നു പ്രിയ ദൈവമക്കളെ, സ്തോത്രം. പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ സ്തോത്രം, ആ വിഷയത്തിനകത്ത് കർത്താവ് നമ്മോട് എന്ത് പറഞ്ഞുവോ നാം അത് ചെയ്യുക. സ്തോത്രം. ഹല്ലേലൂയ. നാം വിശ്വസിക്കുക, നാം അനുസരിക്കുക, നാം പ്രവൃത്തി ചെയ്യുക. അവിടെയാ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാനായിട്ട് ഇടയെത്തുന്നു. അങ്ങനെയൊക്കെ നമുക്കിവിടെ പറഞ്ഞ ഭാഗങ്ങളിലെല്ലാം നമുക്ക് തിരുവചനത്തിൽ ഉടനീളം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിയുടെ മുമ്പാകെ ദൈവം പറഞ്ഞത് ആരനുസരിക്കുവാൻ തയ്യാറായി അവരുടെ ജീവിതത്തിനകത്ത് ദൈവപ്രവൃത്തി കാണുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഈ പകൽക്കാലം സ്തോത്ര നമ്മുടെ ജീവിതത്തിൽ ഇവിടെയൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കർത്താവ് പറഞ്ഞത് അത് അനുസരിക്കുവാൻ തയ്യാറായപ്പോ പിന്നെ വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. ഉടനെ ദൈവം മറുപടി ലഭിക്കുവാനായിട്ട് ഇടയെത്തുന്നു. ഏത് രാത്രിയാണോ പത്രോസിന്റെ പടക്ക് ശൂന്യമായി തീർന്നത്, ആ രാത്രി തന്നെ താൻ കർത്താവിന്റെ വാക്കനുസരിക്കുവാൻ തയ്യാറായി കഴിഞ്ഞപ്പോഴാണ് ആ രാത്രി തന്നെ തന്റെ പടക്ക് നിറയ്ക്കുവാനായിട്ട് ഇടയായി തീർന്നു. പിന്നെ അടുത്ത ഒരു സംഭവത്തിനകത്തല്ല ദൈവം കർത്താവ് അത്ഭുതം ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നത്. കാരണം അവരുടെ കല്യാണ വീട്ടിന്റെ കാര്യമായിരുന്നാലും അവിടെ അനുസരിക്കുവാൻ തയ്യാറായപ്പോ അതിനകത്ത് തന്നെയാണ് കർത്താവ് അത്ഭുതം ചെയ്തത്. ഇവിടെ നയമാന്റെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതെ, എപ്പോ 7 പ്രാവശ്യം മുങ്ങുവാൻ പറഞ്ഞു, അത് ചെയ്തുവോ ആ സമയത്ത്. പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം കർത്താവ് പറഞ്ഞ ചില വാക്കുകളെ, ആഴത്തിൽ കിടക്കുന്ന ചിലതിനെ നാം തിരഞ്ഞെടുത്തുകൊണ്ട് അത് ഈ ഇന്ന വിഷയം എന്റെ ജീവിതത്തിനകത്ത് കടന്നു വന്നപ്പോ കർത്താവ് എന്നോട് ഇത് പറഞ്ഞല്ലോ, ഇത് ഞാൻ ഇന്ന് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞ് സമർപ്പണത്തോടു കൂടി നാം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് നാം അത് ചെയ്യുവാൻ തയ്യാറാകുമ്പോ പിന്നെ പ്രിയ ദൈവമക്കളെ, കർത്താവ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ദൈവം അനുവദിക്കത്തില്ല. ഉടനെ കർത്താവിന്റെ മറുപടി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. ഇവിടെ എല്ലാം നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്ന അതാണ്. എപ്പോൾ അത് ചെയ്തു, കർത്താവ് എന്ത് പറഞ്ഞോ അത് സ്തോത്രം ചെയ്യുവാൻ തയ്യാറായ ആ നിമിഷത്തെ കർത്താവിന്റെ അത്ഭുത പ്രവൃത്തി കാണുവാനായിട്ട് ഇടയെത്തുന്നു. അങ്ങനെ ഈ പ്രഭാതത്തിൽ പ്രിയ ദൈവമക്കളെ, അനേക വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ കാണുമായിരിക്കാം. കർത്താവിനോട് ചോദിക്കാം നമുക്ക്, ഹല്ലേലൂയ, അപ്പൊ ഇതിന് മറുപടി ലഭിക്കുവാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് കർത്താവിന്റെ അടുക്കിലേക്ക് നാം ചെന്ന് കഴിഞ്ഞാൽ ആ വിഷയത്തിനകത്ത് എന്ത് ചെയ്യണമെന്ന് യേശു കർത്താവ് നമ്മോട് സംസാരിക്കുവാനായിട്ട് ഇടയെത്തുക. അതിന് നാം സ്തോത്രം വിശ്വാസത്തോടു കൂടി, അനുസരണയോട് കൂടി, ഹല്ലേലൂയ, പ്രതീക്ഷയോട് കൂടി കർത്താവിന്റെ ജീവിതത്തിനകത്ത് അത്ഭുതം പ്രവർത്തിക്കും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടെ ഞാൻ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ട് പ്രിയ ദൈവമക്കളെ, ദൈവപ്രവൃത്തി നാം കാണുവാനായിട്ടിടയെത്തുക, ദൈവത്തിന്റെ വിടുതലുകൾ നാം അനുഭവിക്കുവാനായിട്ടിടയെത്തുക, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നാം മറ്റുള്ളവരുടെ സാക്ഷി പറയുവാനായിട്ടിടയെത്തുക, നാം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാനായിട്ടിടയെത്തുക, നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥകൾ മാറുവാനായിട്ടിടയെത്തുക. ഇന്ന് ഈ ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ നോക്കി, ഹല്ലേലൂയ, നാം നിരാശപ്പെട്ടിരിക്കുവാനല്ല, ദൈവം നമ്മോട് എന്തു പറയുന്നുവോ, ഹല്ലേലൂയ, സ്തോത്ര, അതിനെ നാം അനുസരിക്കുവാൻ തയ്യാറാക്കുക. അതിനെ നാം സ്തോത്ര മറുത്തു നിൽക്കാതെ വേണം, അതിനുവേണ്ടി നാം സമർപ്പിക്കപ്പെടുവാൻ തയ്യാറാക്കുക. അപ്പൊ ഞാൻ അത് ചെയ്യാം, ഹല്ലേലൂയ എന്ന് പറഞ്ഞ് കർത്താവിന്റെ സന്നിധിയിലേക്ക് നാം ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാക്കുമ്പോ പ്രിയ ദൈവം, ഇതിലെ നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾക്ക് ദൈവം മാറ്റം വരുത്തുക. അതേ, നിന്റെ ജീവിതത്തിൽ സൗഖ്യമാണോ നടക്കേണ്ടത്, അത് കർത്താവ് ചെയ്യുവാനായിട്ട് ഇടയായി തീരും. സ്തോത്ര. അതേ, ഹല്ലേലൂയ, നാം കർത്താവിന്റെ വാക്കിനോട് മറുതലിച്ച് നിൽക്കുവാനല്ല, അതേ കർത്താവിന്റെ വാക്കിനെ നമ്മുടെ ജീവിതവുമായിട്ട് വളച്ചൊടിച്ചു വെക്കുവാനല്ല. അതേ സ്തോത്ര, കർത്താവ് എന്തു പറഞ്ഞു അത് അങ്ങനെ തന്നെ ചെയ്യുക. സ്തോത്ര. അതാ നമുക്ക് പഴയ നിയമത്തിലെ
എന്നൊക്കെ കാണുവാൻ സാധിക്കുന്നു. നോഹയുടെ യഹോവയെ ദൈവം എന്തു പറഞ്ഞു അത് അങ്ങനെ തന്നെ അവൻ ചെയ്തു എന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അങ്ങനെയൊക്കെ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ദൈവവചനത്തെ വളച്ചൊടിക്കുവാനല്ല, സ്തോത്ര, അതേ ഹല്ലേലൂയ, ദൈവം എന്ത് നമ്മോട് വചനത്തിൽ നിന്ന് സംസാരിക്കുന്നുവോ അതേ രീതി നാം അനുസരിക്കുവാൻ തയ്യാറാക്കുമ്പോഴാണ് കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ടിടയെത്തിരുന്നത്. അങ്ങനെയൊക്കെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഈ പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവിനോട് പ്രാർത്ഥിക്കുക, അപ്പായേ അതിന്റെ വിഷയത്തിനകത്ത് സ്തോത്ര കർത്താവിന്റെ ഹിതത്തിനായിട്ട് പ്രവർത്തിക്കുവാൻ ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞ് ഞാൻ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കപ്പെടുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ ആ പറയുന്നത് കർത്താവ് പറയുന്നത് നാം കേട്ട് ചെയ്യാൻ തയ്യാറാക്കുമ്പോൾ നിശ്ചയമായിട്ടും ദൈവം നമ്മുടെ ജീവിതത്തെ അത്ഭുതം പ്രവർത്തിക്കും. നാം അത് കാണുവാനും അനുഭവിക്കുവാനും വിടുതലുകൾ പ്രാപിക്കുവാനും ഇടയായിത്തീരും. അതിനായി കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, അപ്പാ, ഞങ്ങൾ വചനം വെറുതെ കേട്ടു പോകുന്നവരായിട്ടല്ല അപ്പാ, ഞങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ദൈവം ഞങ്ങളോട് സംസാരിക്കുന്നത് അത് ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് നിങ്ങൾ ചെയ്യുവേ. ഹല്ലേലൂയ. തിരുവചനത്തിലുടനീളം കാണുവാൻ സാധിക്കുന്നു, ദൈവം പറഞ്ഞതിനെ അനുസരിച്ചവരുടെ മേൽ, വിശ്വസിച്ചവരുടെ മേൽ, അത് അനുസരിച്ച് പ്രവർത്തിച്ചവരുടെ മേൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ വെളിപ്പെടുത്തിയെങ്കിൽ കർത്താവേ, അപ്പാ, നയമാൻ എന്നോട് പറഞ്ഞത് അത് അനുസരിക്കുവാനായിട്ട് ഇടയെത്തുന്നു. പത്രോസ് കർത്താവിന്റെ വാക്കിന് വല ഇറക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ശുശ്രൂഷക്കാർ കർത്താവ് പറഞ്ഞതനുസരിച്ച് വെള്ളം നിറയ്ക്കുവാനായിട്ട് ഇടയായിത്തീർന്നപ്പോ കർത്താവിന്റെ അത്ഭുത പ്രവർത്തികൾ അവിടെ വെളിപ്പെട്ടതുപോലെ ഈ പകൽക്കാലം ദൈവത്തിന്റെ ശബ്ദത്തിന്റെ മുമ്പിൽ കർത്താവെ അനുസരിക്കുന്ന അങ്ങയുടെ ജനത്തിന്റെ മേൽ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടണ, അത്ഭുതങ്ങൾ നടക്കട്ടെ, അവരുടെ ഭവനത്തിന്റെ അവസ്ഥകൾ മാറട്ടെ കർത്താവെ, അവരുടെ ശൂന്യതകൾ മാറട്ടെ കർത്താവെ, അവരുടെ ശരീരത്തിന് സൗഖ്യങ്ങൾ വ്യാപരിക്കട്ടെ കർത്താവെ, ബുദ്ധിമുട്ടിലും ഞെരുക്കത്തിലും ആയിരിക്കുന്നവരുടെ ജീവിതത്തിനകത്ത് ചില ദൈവ പ്രവർത്തികൾ യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടട്ടെ കർത്താവെ. ഈ പകൽക്കാലം ഞങ്ങൾ മുറ്റുമായി കർത്താവിന്റെ കരങ്ങളിലേക്ക് തരുന്ന കർത്താവെ, തന്റെ ജനത്തിന്റെ ഈ വചനത്തിന്റെ ശക്തി ഈ പകൽക്കാലം വെളിപ്പെടുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുസരിക്കുവാൻ, വിശ്വസിക്കുവാൻ കർത്താവെ, അത് പ്രവൃത്തിയായി ചെയ്യുവാൻ കർത്താവെ ഞങ്ങളെ പ്രാപ്തരാക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്റെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.